അസ്സലാമലൈക്കും. നടക്കൂലേ അവര്? എന്താ ഖുർആൻ? എന്തിന്, എന്തുകൊണ്ട്? ആത്മാവിൻ്റെ ഭക്ഷണം, വസ്ത്രം, ദൃഷ്ടി, ഞാനെന്ന ഭാവമൊക്കെ കരിച്ചു കളയുന്നതാണ് ഖുർആൻ്റെ ആശയം വായിച്ച് മനസ്സിലാക്കാഞ്ഞാൽ ഹൃദയത്തിൽ പതിയില്ല. ഇപ്പോൾ യാസീൻ എന്ന് പറയുന്ന ആയത്ത് എത്രാമത്തെ സൂറത്തിലാ? അതറിയോ? അറിയില്ല. 36 സൂറത്താ, 83 ആയത്തുള്ളൂ. യാസീൻ ഖുർആന്റെ ഹൃദയമാണ്. ഓ മനുഷ്യ, യാസീൻ ഖുർആനിൽ ഹക്കീം, തത്വസമ്പൂർണമായ ഖുർആൻ തന്നെയാണ് സത്യം. ഇന്നക ലമിനൽ മുർസലീൻ, ഇത് അള്ളാഹിൻ്റെ റസൂൽമാരെടുത്ത് കൊടുത്തയച്ച മുർസലീങ്ങളെടുത്ത്. ഹലാ സിറാത്തിൻ മുസ്തഖീം, ഒരു വഴിയുള്ളൂ, 2 വഴിയില്ല. സിറാത്തിൽ മുസ്തഖീം മുറുകെ പിടിക്ക അല്ലേ? സിറാത്തല്ലദീന അൻഅംത അലൈഹിം. എന്താ അൻഅംത അലൈഹിം എന്ന് പറഞ്ഞാൽ? ഇതൊക്കെ മൊത്തം മനുഷ്യരിലേക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി എല്ലാവരും വീടാന്തരം ഞാൻ കാഫിറാകാതിരിക്കാൻ. കാഫിർ എന്ന് പറഞ്ഞാൽ നിഷേധിയ, അറിഞ്ഞിട്ട് മൂടി വെക്കുന്നവൻ. 513 സ്ഥലത്തിൻ്റെ കാഫിർ, നിഷേധി. ഞാൻ കാഫിറാകാതിരിക്കാൻ മൊത്തം മനുഷ്യരിലേക്ക്. യാ അയ്യുവന്നാസ്, ഓ മനുഷ്യ എന്നാ വിളിച്ചത്, അല്ലാതെ ഹിന്ദുവോ ക്രിസ്ത്യാനിയെ മുസ്ലിമാനെ വിളിച്ചിട്ടില്ല. ഹുദൽ ലിന്നാസ്, ഖാഫത്തൻ ലിന്നാസ്, ദാലിക്കൽ കിതാബു ലാ റൈബ ഫീ ഹുദൽ ലിൽ മുത്തഖീൻ. ഇത് മുത്തഖീങ്ങൾക്ക് ഹുദയാണ്, സന്മാർഗമാണ്, കാരുണ്യമാണ്, ശിഫയാണ്, റഹ്മത്താണ്, ഫദിലാണ്. അങ്ങനെ 30 പേരുകൾ ഉണ്ട്, കുറേ പേരുകളുണ്ട് അള്ളാഹ്ക്ക്. അപ്പോൾ അതൊന്നും നമ്മൾ മനസ്സിലാക്കാതെ വെറുതെ ഫവൈലുല്ലിൽ മുസല്ലീന്ന, നമസ്കരിക്കുന്നവർക്കാണ് നാശം. കർമ്മം നന്നാക്കാതെ ഒരു പ്രവൃത്തി ചെയ്തിട്ടും കാര്യമില്ല. അപ്പോൾ സിറാത്തിൽ മുസ്തഖീം അത് പിടിച്ച് മുറുകെ പിടിക്കുക. ഉറുവത്തിൽ ഉസ്ത എന്ന കയറ്, ബക്കറ 186 ബക്കറ. ഈ ഉറുവത്തിൽ ഉസ്ത എന്ന കയറ് മുറുകെ പിടിക്കണം. അല്ലാതെ കൊമ്പും പിടിച്ചു പോയാൽ പാർട്ടിയായി. കൊമ്പും പിടിച്ചു പോയിട്ട് കാര്യമല്ല, മുറുകെ പിടിച്ച അള്ളാനെ. ഉറുവത്തിൽ ഉസ്ത എന്ന കയറ്. ഇന്ന ഹാദിഹി തദിക്റ ഫമൻ ഷാഹദ റബ്ബി ഇലാ റബ്ബി സബീല. അത് 2 ആയത്തിലാണ് ഖുർആനിൽ. മുസമ്മിൽ 19 ഇൻസാൻ 29 ഉണ്ട്. നോക്കിയാൽ മതി, എന്നാ കാണാം. അപ്പം ഇതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തരാൻ കുറേ പറയാണ്ട്, കുറേ വീട്ടിൽ പോകാൻ വേണ്ടി മനുഷ്യരുടെ വീട്ടിലാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്, അല്ലാതെ മുസ്ലിങ്ങളെ വീട് നോക്കി പറഞ്ഞു കൊടുക്കില്ല. നാളെ അള്ളാഹ് എന്നോട് ചോദിക്കും, നീ എനിക്ക് വേണ്ടി എന്താ പ്രവർത്തിച്ചത്? യാ അയ്യുവന്നാസ് തഖില്ലാ, അതാണ് നിങ്ങൾ നാളേക്ക് വേണ്ടി എന്താണ് ഒരുക്കി വെച്ചത്. അശർ 18 അശർ 18 മുതൽ 24 വരെ നിത്യം പ്രാർത്ഥിക്കുക. പിന്നെ അങ്ങനെ തന്നെ ആലുംബ്രാൻ സൂറത്ത്, ആലുംബ്രാൻ 3-ാമത്തെ സൂറത്താണ്. അത് 200 ആകെ 200 ആയത്തുള്ളൂ. അപ്പോൾ 190 മുതൽ 192 അങ്ങനെ 10 ആയത്ത്, അവസാനത്തെ 10 ആയത്ത് നിത്യം ചെല്ല. ഇന്ന ഫീ ഖൽഖി സമാവാതി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ്. ആകാശഭൂമികളെ സൃഷ്ടിപ്പിലും രാവും പകലും മാറി വരുന്നതിലും ബുദ്ധിയുള്ളവർക്ക് ദൃഷ്ടാന്തമുണ്ട്. അല്ലദീ യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വലാ ജുനൂബിഹിം വയതഫക്കറൂ ഫീ ഖൽഖി സമാവാതി വൽ അർദ് റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതിലാ സുബ്ഹാനക വഖിനാ അദാബന്നാർ. നർത്തങ്ങളിലും ഇരുത്തങ്ങളിലും കിടപ്പുകളിലും ഇതൊന്നും കളി തമാശയായിക്കൊണ്ട് സൃഷ്ടിച്ചതല്ല, അതുകൊണ്ടല്ലാ നരകത്തെന്ന് കാത്തുരക്ഷിക്കണേന്ന് റസൂലുള്ളാഹി രാവിലെ എണീറ്റേക്ക് പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനയാണ്. ആയത്തുൽ കുർസി പ്രാർത്ഥിക്കുക 255 ആമന റസൂല് 2 ആയത്ത്. ആമന റസൂൽ 285, 86 ആ 2 പ്രാർത്ഥന. അങ്ങനെ 3 പ്രാർത്ഥന. ബക്കറയിൽ 5 പ്രാർത്ഥന. ഇതൊക്കെ രാവിലെ എണീക്കും പ്രാർത്ഥന. കുറേ പ്രാർത്ഥനകളുണ്ട്, അതൊന്നും പറഞ്ഞാൽ തീരൂല. അത് കുറേ പ്രാർത്ഥനകളൊക്കെ നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ട്. അത് ആയത്തിൻ്റെ ആശയം മനസ്സിലാക്കായിട്ടാണ് നമുക്ക് ഗൗരവമില്ലാത്തത്. അത് ഗൗരവത്തിൽ ഞാനൊന്നും പഠിച്ചിട്ടില്ലല്ലോ, നീ എന്നെ നഷ്ടപ്പെടുത്തല്ലേ. കരയുന്ന കുട്ടിക്കൊള്ളു പാല്. അള്ളാഹിനേറ്റ് 1 ഇഞ്ച് ചേർത്ത 2 ഇഞ്ച് നമ്മളേറ്റ് അടുക്കും. 50 വയസ്സ് കഴിഞ്ഞിട്ടാണ് ഈ പുസ്തകങ്ങളൊക്കെ എൻ്റെ കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ അള്ളാഹിനോട് പറയാം, റബ്ബേ എൻ്റെ ആവശ്യത്തിന് ഇട്ടണ്ട, ഇത് എത്തിച്ചു കൊടുക്കാം.
ഒലക്കത് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മൽ മുദ്ദക്കിർ. ഇതിനാരുണ്ട് തയ്യാറെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ഞാനുണ്ടല്ലോ, എൻ്റെ ദീനിനെ ജീവിപ്പിക്കാം. കാശൊന്നും വാങ്ങാതെയാണ് ദീനിനെ ജീവിപ്പിക്കുന്നത്. കാശ് വാങ്ങിയ എൻ്റെ പ്രതിഫലം കഴിഞ്ഞു. അപ്പം എൻ്റെ ദീന് തുച്ഛ വിലക്ക് വിറ്റുന്നല്ലെന്ന് ബക്കറ 174 എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ചെല്ലിയ സൂറത്ത് ഖമർ സൂറത്തിൽ 4 സ്ഥലത്തുണ്ട്. 17-ലുണ്ട്, 22-ലുണ്ട്, 32-ലുണ്ട്, 40-ലുണ്ട്. വലക്കത് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മൻ മുദ്ദക്കിർ. ഈ കഴിഞ്ഞ സമയം ഇനി എല്ലാവരും വീടോട് പോകാൻ വേണ്ടി പോവാണ് ഞാൻ. എന്താ പറഞ്ഞറിയോ? പറഞ്ഞോളൂ. അള്ളാഹ് റസൂലിനോട് അല്ല പറഞ്ഞ, നീ പറഞ്ഞെടുത്തോ, ബാക്കി ഞാൻ ഏറ്റുന്നാ. ബാക്കി അള്ളാഹിന്റെ അടുത്തേക്കാ ചെല്ലണ്ടേ ഇല്ലേ? അവിടെ ഒക്കെ എഴുതി വെക്കണ്ടേ. എന്താ അറിയോ? 2 ഭാഗത്ത് റക്കീബ് അത്യന്ന മലക്കുകൾ. ഒലക്കത് യസ്സർനൽ ഖുർആൻ, അതാണ് ലിദ്ദിക്രി ഫഹൽ മൽ മുദ്ദക്കിർ. വലൗ ശിഅ്നാ ലആതൈനാ കുല്ല നഫ്സിൻ ഹുദാഹ വലാകിൻ അക്കൽ ഖൗലു മിന്നി ലഅംലഅന്ന ജഹന്നമ മിനൽ ജിന്നത്തി വന്നാസി അജ്മഈന. മുഴുവനും കുത്തിയിറക്കുന്ന അതിൽ ഒന്നാക്കല്ല. ആ ആർക്കാ തിന്നാൻ പറ്റില്ല. ആ ഒന്നിലിനാക്കണേ എന്ന് എപ്പോഴും പ്രാർത്ഥിക്കണം. വാഹിദും മിൻ അലിഫ്, 1. ആ 1 ആർക്കും ശ്രമിക്കാം. ഒരു SLC പരീക്ഷ എഴുതിയാൽ തോൽക്കോ ജയിക്കോ നമുക്കറിയില്ലേ. എന്താണ് മാലിന്യം, എന്താണ് നല്ലത്, എന്താ തിരിച്ചറിയില്ല. കഴിവ് തന്നിട്ടുണ്ട് അല്ലേ? ഒലൗഷീന അങ്ങനെയാണ്. ഒലാ യുകല്ലിഫുല്ലാഹു നഫ്സും ഇല്ലാ ഉസ്അഹാ. ഒരു നെഫ്സിനും കഴിയാത്ത അല്ല എഴുതി വെച്ചിട്ടില്ല. ഇല്ലല്ല, ഏത് ആത്മാവിനും നെഫ്സ് എല്ലാവർക്കും അവളെന്നാ നെഫ്സിന് പേര്. ആണിനും പെണ്ണിനും നെഫ്സിന് അവളെന്നാ. അല്ല പുരുഷന് വേറെയല്ല, ഒക്കെ നെഫ്സ് ഒന്നാണ്. അത് 2 ആൾക്കാരുള്ളൂ അള്ളാ സൃഷ്ടിച്ചിട്ട്. ആണിനും പെണ്ണിനും. മനുഷ്യരാണ് ജാതി മതമൊക്കെ ഉണ്ടാക്കിയത്. ഓ മനുഷ്യ എന്നാ വിളിച്ചത് അല്ലേ? ആദമിന്റെ മുതുകിൽ നിന്നാണ് എല്ലാവരും വന്നത്, അല്ലാതെ വേറൊരു ആളെ മുന്നിൽ നിന്നല്ല വന്നത് അല്ലേ? അപ്പം അതൊക്കെ ഒന്ന് പരിചയപ്പെട്ടുകൊണ്ട് വന്നതാണ്. അപ്പം ഫുസ്സിലത്ത് സൂറത്തിലുണ്ട്, 41, 43-ലുണ്ട്. ഇത് അജയമായ ഗ്രന്ഥമാണ്. അലിഫ് ലാം മീം. അള്ളാഹുവിൽ നിന്ന് ജിബ്രീൽ മുഖാന്തരം മുഹമ്മദ് നബിക്കാത് കൊടുത്തത്. റൂഹിൽ അമീം എന്ന് കൽബിലേക്ക് ഇട്ടുകൊടുത്തു. ഷുഹറ സൂറത്ത് 192, 192-ലുണ്ട്, 194 വരെ നോക്കിയാൽ മതിയിലുണ്ട്. ദാലിക്കൽ കിതാബു ലാ റൈബ ഫീ ഹുദൽ ലിൽ മുത്തഖീൻ. ഇത് മുത്തഖീങ്ങൾക്ക് ഉദയാണ്, സന്മാർഗമാണെന്നുണ്ട്. അതെവിടെയാണ് അറിയോ? ബുറൂജ് സൂറത്ത് 21-22-ലുണ്ട്. ബല്ലുവ ഖുർആനും മജീദ് ഫീ ലൗഹിൽ മഹ്ഫൂസ്. ചട്ടക്കുള്ളില് എന്നെ കണ്ടുകൊണ്ട് ആരാ ജീവിക്കണ്? ഓനാണ് ഒന്നാമെന്നാണ്. അള്ളാഹിനെ കണ്ടുകൊണ്ട് ജീവിക്കണം. നർത്തത്തിൽ ഇരുത്തുന്നത് അള്ള കാണുന്നുണ്ട്. അള്ളാഹ് മയക്കല്ല, ഉറക്കല്ല ഉണ്ടോ? ഇല്ല. ബിഹിദിനി റബ്ബിന്റെ കൽപ്പന ഒരു അടിയണ്ട് വെക്കാൻ പറ്റില്ല. ഒരില പോയി വീഴുന്നത് ഏതാ എവിടെയാണ് അള്ളാഹ്ക്കുള്ള അറിയാം. അപ്പൊ റബ്ബിനെ മുറുകെ പിടിച്ച് നടക്കുക. ഈ മതി മതി. ഈ സ്ഥലത്ത് സുജൂദിന്റെ തിലാവത്തുണ്ട്. അതറിയോ? ആർക്കേലും അറിയില്ലല്ലോ. മോനറിയോ? ഇല്ല, അറിയില്ല. എന്നാല് ഇക്ര വിശി 19-ലുണ്ട്. ഇക്ര വിസ്മി 19, 19 ആയത്തുള്ളതിൽ. സജദ 15, റഹദ് 15, ഫുർഖാൻ 60, സ്വാദ് 24, അജ്ജ് സൂറത്ത് 2 സ്ഥലത്ത് 77, 18, ഫുസിലത്ത് 38, ഇൻഷിക്കാക്ക് 21, ഇസ്രാ 150, അറാഫ് 206, നെജ്മ് 62, നെഹൽ 50, നെംലി 26, സ്വാദ് 24, ഫുർഖാൻ 60. അങ്ങനെ 15 സ്ഥലത്ത്. 15 സ്ഥലത്തായോ? മറന്നോ? വിട്ടുപോയോ? മറക്കേ. 62 വയസ്സായില്ലേ? ഇത് കാണാതെ പറഞ്ഞിരുന്നേ സുജൂദിന്റെ തിലാവത്ത്. ഒരു കാലിയാരോട് പോയി ചേച്ചി ആ പുസ്തകം നോക്കേണ്ടി വരും. ഒരിക്കത് മറിച്ചു നോക്കേണ്ടി വരും. ഞാൻ നോക്കട്ടെ അല്ലേ? ശരിയാണ്. അപ്പൊ ഇതേറ്റ് പെരുമാറുന്നില്ല. ഇതേറ്റ് പെരുമാറണം നമ്മള്.